അങ്ങനെ ഈ 42 വയസ്സായിട്ടുള്ള ഈ സ്ത്രീ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ 2 മക്കളും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ വീട് വിട്ട് ഓടിയിട്ടുണ്ടാവും. പക്ഷെ ഒരു പന്നി ഓടിച്ചിട്ട് ഒരു കിണറ്റിൽ പോയി വീഴാണ്. അതേസമയം ഇവരുടെ മക്കളും അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കേരളത്തിലുള്ള സ്ഥലത്തൊക്കെ പോയി തപ്പാണ്. അപ്പോഴേക്കും അമ്മയ്ക്ക് തലയിൽ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വരുന്നത്. അങ്ങനെ ഇവൻ്റെ അമ്മ വീണ ആ ടൈമിൽ അവിടെ ഒരു പദയാത്ര പോകുന്നുണ്ടാവും. ആ ടൈമിൽ ഇവരുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ലേഡി ആയിരിക്കും ഇവരെ പോയി രക്ഷിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും മക്കളും ഇനി കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടിലുള്ള മേഘന എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അങ്ങനെ അവൾ 9 മാസം ഗർഭിണിയായിരിക്കും. അങ്ങനെ കുഞ്ഞും ജനിക്കുകയാണ്. അങ്ങനെ അവളുടെ ലൈഫ് ഇനി എന്നെപ്പോലെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അത് ആലോചിച്ച് കരയാൻ തുടക്കുകയാണ്. അങ്ങനെ ഇവിടെ മകനും വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ ആലോചിച്ച് കരയുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ ആ മോനെ അടിച്ചുകൊണ്ട് തന്നെ അവർ പറയാണ്, അവളെ ഞാനും എടുത്തുകൊണ്ട് കടന്ന് വളർത്തിയ പെണ്ണാണ്, ഇനി എൻ്റെ ലൈഫ് തന്നെയല്ലേ കാലം മുഴുവൻ ഇനി അവളും ജീവിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് കാര്യമാണ് അവർ. അപ്പോഴാണ് അവളുടെ മകളും ഒരു കാര്യം പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മാറ്റം നിങ്ങൾ വേണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. 42 വയസ്സുള്ള നിങ്ങൾ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ നാളെ 23 വയസ്സാവുന്ന അവളും വീണ്ടും ഒരു ജീവിതം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ അവസാനം വരെ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അവളും മകനെ വിളിച്ചിട്ട് എന്താണെങ്കിലും നോക്കിക്കളയാം, ഞാൻ വീണ്ടും കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയാണ്. അതിനുശേഷം ഒരു ബ്രോക്കർ മൂലം ഒരുപാട് ബന്ധങ്ങളൊക്കെ നോക്കുകയാണ്. പക്ഷെ ഒന്നും സെറ്റാവുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഇവളെ കിണറ്റിൽ നിന്ന് രക്ഷിച്ച ആ സ്ത്രീയായിട്ട് ഇവളിപ്പോൾ നല്ല രീതിക്ക് ഫ്രണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അവളുടെ ചേട്ടന് രണ്ടാമതായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവരൊരു പള്ളിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവള് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ വയ്യാത്തൊരു അമ്മൂമ്മ ഉണ്ടാവും. അവിടെ ഇവളുടെ ചേട്ടൻ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇവളും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ മറ്റവളുടെ ചേട്ടൻ വന്നത് ഇവളുടെ അടുത്ത് ഒരുപാട് ജോലിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അയാൾ സംസാരിക്കുന്ന ശൈലിയും സംസാരമൊക്കെ കണ്ടിട്ട് ഇവക്കും അയാളെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അയാളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അയാൾ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു അച്ഛനായിട്ട് നിങ്ങൾക്കും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് മക്കളുടെ അടുത്ത്. അങ്ങനെ മോനും അയാളുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. അങ്ങനെ ഇവള് 2ാം കല്യാണം കഴിക്കാൻ പോകണമെന്നുള്ള കാര്യം ആ നാട്ടിലുള്ള എല്ലാവരും അറിയാണ്. അങ്ങനെ മക്കളും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ സാരി മാലയൊക്കെ വാങ്ങി വരികയാണ്. ഒരു ഘട്ടത്തിൽ ഇവളുടെ കുടുംബം തന്നെ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഈ പ്രായത്തിൽ നിനക്ക് എന്തിനാ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പറഞ്ഞ് തിരുത്തിട്ട് ഒരു ഘട്ടത്തിൽ ഇവളെ കൊല്ലാൻ തന്നെ അവർ ശ്രമിക്കുകയാണ്. അങ്ങനെ മക്കൾ വന്നിട്ട് എങ്ങനെയൊക്കെ അവളെ കൺവിൻസ് ചെയ്തിട്ട് ഇപ്പോൾ കല്യാണത്തിന് തന്നെ കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ആ നാട് തന്നെ ദുരഭിമാനം കാരണം ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം എതിർക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഇങ്ങനെ ഒരു കല്യാണം എതിർത്ത് കഴിഞ്ഞാൽ 7 വർഷം വരെ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് അതേ ടൈം ആദ്യത്തെ മകൻ്റെ ആ ഗേൾ ഫ്രണ്ട് ക്യാമറയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ലൈവ് ടെലികാസ്റ്റ് കണ്ടിട്ട് പോലീസും അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അവർ തന്നെ കല്യാണം നടത്തി വെക്കുകയാണ്.